ഹലോ എവരി വൺ, ഇതൊരു ഉത്സവ കാഴ്ചയാണ്. തിരുവനന്തപുരം ശാർക്കര ദേവി ക്ഷേത്രമാണിത്. അപ്പോൾ അവിടുത്തെ ഉത്സവപ്പറമ്പാണ്. ഒരു സൺഡേ എനിക്ക് അവിടെ പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പോയി ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം അവിടുത്തെ ഈ കാർണിവൽ സ്പോട്ടിലോട്ട് വന്നു. കാരണം ഇവിടെ ഒരു ജെയിൻ വീലുണ്ട്, ആ കാണുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിൽ കയറാനായിട്ട്, ഇന്ന് വരെ. അന്ന് കയറിയത് വരെ. പക്ഷേ അന്ന് എനിക്ക് തോന്നി ഒന്ന് കയറണമെന്ന്. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ആ ജെയിൻ വീൽ കയറി ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇത് ഈസി റൈഡായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നീട് എൻ്റെ മുഖത്തിൻ്റെ ഭാവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഭാവം ഇതായിരുന്നു, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അത് മാറി. കാരണം എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായിരുന്നു. ഞാനത് സർവൈവ് ചെയ്തത് തന്നെ എനിക്ക് തന്നെ വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം ഞാൻ ഈ ആൾട്ട കൊണ്ടുള്ള ഈ ഒരു മെഹന്തി ഡിസൈൻ ചെയ്യാനായിട്ട് വന്നു. ഇത് ഞാൻ കൊച്ചിൽ എപ്പോഴോ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഞാനിത് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ കൈത്തണ്ടയിൽ ഇട്ടപ്പോൾ കൈയൊക്കെ പൊള്ളിയായിരുന്നു. അപ്പോൾ ആ ആൾ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് തടവി തരായിരുന്നു ആർട്ടിസ്റ്റ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. 150 രൂപയാണ് എനിക്ക് ഈ മെഹന്തി ഡിസൈനായത്. പക്ഷേ നല്ലൊരു ഡിസൈനായിരുന്നു. എന്താ പറയുക, ഞാൻ വിചാരിച്ചു അധികം നാൾ കിടക്കില്ല എന്ന്. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ശർക്കര വരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. പിന്നെ അതിനുശേഷം ഞാൻ പറമ്പൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. ഈ പറമ്പ് മെയ് വരെ ഉണ്ടാവും. സോ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യുക. ഞങ്ങൾ കുഞ്ഞിലെ അച്ഛൻ്റെ അമ്മയുടെ ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞാലൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവരാറ്. ആൻഡ് അങ്ങനെ അവരുടെ കൂടെ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒരു സുഖമൊന്നും ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരുമ്പോൾ കിട്ടാറൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇതെൻ്റെ ഏറ്റവും വലിയ സുഖമുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ ഒരു വലിയൊരു അനുഭവമാണ്. ഇപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് മേടിക്കുമെങ്കിലും ഒരു സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ പൈസയിലായിരുന്നു ഞങ്ങളെല്ലാം മേടിച്ചിരുന്നത്. സോ ഇതെല്ലാം കണ്ട് പിന്നെ ഇത് അലുവ മേടിക്കാണ്ട് ഒരിക്കലും ഞങ്ങളാരും പറമ്പിൽ നിന്നും തിരിച്ചു പോകാറില്ല. സോ ഞാൻ അലുവക്കടയിൽ പോയി നല്ല അലുവയൊക്കെ മേടിച്ചു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് നേരം അവിടെ കിടന്ന് കറങ്ങി എനിക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.